ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ BPAD ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. BPAD എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു കേസ് ഡയറിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കേസ് ഡയറിയിലേക്ക് കടക്കാം. BPAD എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ. ബൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾ. ഒന്നാമത്തെ പോള് മാനിയ, രണ്ടാമത്തെ പോള് ഡിപ്രഷൻ. മാനിയയിൽ ആൾക്കാർക്ക് ഭയങ്കര ഉഷാറും സംസാരവും ഭയങ്കര ഞാനാണെന്ന ഭാവവും അങ്ങനെ ഉറക്കൊന്നും വേണം എന്നില്ല, ഭയങ്കര ഐഡിയാസ്, അങ്ങനെയൊക്കെ ഭയങ്കര എനർജി ഉള്ള ഒരു ഫേസാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് വിഷാദമാണ്, സങ്കടം, ഡൾ, പിന്നെ ആരുമില്ല എന്നുള്ള തോന്നൽ, സൂയിസൈഡൊക്കെ ചെയ്യണമെന്നുള്ള ചിന്ത, അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് പോലത്തെ ഫേസുകളാണ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഒരു ഭാര്യയും ഭർത്താവും പിന്നെ 2 കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ഇവരെ കൂട്ടി വന്നത് പിന്നെ മതപരമായ കുറച്ച് ആൾക്കാരാണ്. അവർ എന്നെ ആദ്യം ഫോൺ ചെയ്തിരുന്നു, ഇങ്ങനെ നമുക്ക് പരിചയത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, അപ്പോൾ അവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരിട്ട് വന്നോളൂ, പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല, നിങ്ങൾ നേരിട്ട് ഒരു ദിവസം വരൂ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, നമുക്ക് ചർച്ച ചെയ്തിട്ട് ചികിത്സ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വന്നു. അങ്ങനെ ആദ്യം തന്നെ എൻ്റെ മുറിയിലേക്ക് അയൽവാസിയും മതപരമായ ആൾക്കാരും ഒക്കെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ 6 മാസമായിട്ട് ഈ ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭാര്യൻ്റെ വീട്ടിലാണ്, ഭാര്യയും കുട്ടികളും, പിന്നെ ഇവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചിരുന്നു, ഈ അയൽവാസിനെയും ഈ ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു മതപരമായ ആളെയും വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു മൂപ്പരാക്ക് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊക്കെ ഇവിടെ പേടിയാവുന്നുണ്ട് നിൽക്കാനായിട്ട്, പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അത് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ച് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അന്ന് അതിനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പോൾ 6 മാസമായി വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അവളോട് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനും പിന്നെ എൻ്റെ ഭാര്യ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ പറഞ്ഞത് നിങ്ങളോടൊക്കെ പറയാനായിട്ട് എനിക്ക് മടിയുണ്ട്, എനിക്ക് വേറൊരു കൗൺസിലിങ്ങിൻ്റെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡത്തിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരുന്നത് എന്നാണ് പറഞ്ഞത്. ക്ലയൻറ്റിനെ ഞാൻ റൂമിലേക്ക് വിളിപ്പിച്ചു, ഒറ്റയ്ക്ക് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു മറ്റവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കാണട്ടെ, കണ്ടിട്ട് എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ മാത്രം വന്നു. അങ്ങനെ ഈ ആൾ വരുമ്പോൾ റൂമിൻ്റെ ഡോറ് തുറന്ന് മാഡം മേ കമ്മിങ് എന്നൊക്കെ വളരെ എന്താ പറയുക ഭയങ്കര എനർജിയോട് കൂടിയിട്ട് എന്നെ കണ്ടാൽ ഒരുപാട് കൊല്ലം കണ്ട് പരിചയമുള്ള ആളെപ്പോലെയാണ് മൂപ്പരുടെ വരവ്. അപ്പം ഹായ് മാഡം എന്തൊക്കെയാണ് വിശേഷം, ഞാൻ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പിന്നെ ഞാനും തന്നെ സീറ്റിൽ നിന്നൊക്കെ കുറച്ചൊന്ന് ഒരു എനർജി ആയിട്ട് ഇരുന്ന് ഈ എനർജി ഉണ്ടല്ലോ ഇങ്ങനെ പാസ് ചെയ്യും, അത്രയും നല്ലൊരു എനർജിയിലാണ് ഇയാൾ സംസാരിക്കുക. എന്തൊക്കെയാണ് വീട്ടിലെന്തൊക്കെയാണ് വിശേഷം മാഡം, പിന്നെ മാഡത്തിന് കുട്ടികളൊക്കെ ഉണ്ടോ, ഈ ക്ലിനിക്കൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി, പിന്നെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 20-25 മിനിറ്റോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാനൊന്നും ഇടുന്നില്ല. അയാൾ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താ നിങ്ങളെ വിശേഷം, ഭാര്യ ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയെന്ന് കേട്ടോ. ആ മാഡം എന്ത് ചെയ്യാൻ, ഓൾക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവണില്ല, ഒന്നുമില്ല, കൗൺസിലിങ്ങിനൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് നിന്ന് തന്നാൽ മതി, എനിക്ക് അത്ര വേണ്ടുള്ളൂ, വേറെ ഒന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് വരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പിന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്പീച്ച് കൂടുതലാണ്, വാക്കുകളുടെ എണ്ണം കൂടുതലാണ്, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, എനർജി കൂടുതലാണ്, ഐഡിയകൾ കൂടുതലാണ്, ബോഡിലി ഒക്കെ എനർജി കൂടുതലാണ്, പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും നിർത്താതെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിനെ ഒന്നും ഇങ്ങോട്ട് വിടും, ഞാൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് എൻ്റെ റൂമിലേക്ക് വന്നു. വൈഫ് റൂമിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു മാഡം എനിക്ക് കുറേ സങ്കടങ്ങൾ പറയാണ്ട് എനിക്ക് ആരോടും പറയാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ കൗൺസിലിങ്ങിന് വരണമെന്ന് പറഞ്ഞത്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരുന്നു, നമ്മൾ നല്ല സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല ജീവിതമായിരുന്നു, നല്ലോണം അധ്വാനിക്കും, പൈസ ഉണ്ടാക്കും, ഒക്കെ ചെയ്യും, നമുക്ക് വേണ്ടതൊക്കെ മേടിച്ച് തരും, ഒരു കുഴപ്പമില്ല. കുറച്ച് കാലങ്ങൾ മുമ്പ് കഴിഞ്ഞ വർഷം ഒക്കെ ആയപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ഫിനാൻസൊക്കെ ഒന്ന് പൈസയൊക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ ജോലിയിലൊക്കെ കുറച്ചൊരു ഇതൊക്കെ വന്നു, അങ്ങനെ പൈസ ഒക്കെ ഒന്ന് ഡള്ളായി. അതിന് ശേഷം പിന്നെ ഒക്കെ റെഡിയായി ഒന്ന് ലെവലായി. 2-3 മാസം മൂപ്പര് കുറച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ സ്ലോലി പൈസ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ
ഒരു അഹങ്കാരം പോലെ ഒരു ഭാവമായിട്ടൊക്കെ വരിക. അപ്പോൾ ഈ ലേഡി മനസ്സിലാക്കിയിട്ടുള്ളത് പൈസ വന്നതിന് ശേഷമുള്ള ഒരു അഹങ്കാരമാണ് ഇത് എന്നാണ് മനസ്സിലാക്കിയത്. ആക്ച്വലി ഡിപ്രഷൻ ആയിരുന്നു ആൾക്ക് ആ പൈസ കുറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന എപ്പിസോഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിന് ശേഷം പൈസ ഒക്കെ വന്നെന്ന് പറയുന്ന സമയത്ത് എനർജി കൂടുകയാണ്, ആക്റ്റീവ് കൂടുകയാണ്, ജോലി കൂടുകയാണ്, ഹാർഡ് വർക്ക് കൂടുകയാണ്. അന്നേരം അയാളുടെ മാനിയ ലെവൽ ഇങ്ങനെ കൂടി വരുമ്പോഴാണ് അയാളുടെ പൈസയും ഉണ്ടായത്. മാനിയ ലെവലുള്ള ആൾക്കാർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ആ ഫേസിൽ. എന്നാൽ ഡിപ്രഷൻ്റെ ടൈമിൽ നല്ല ഡള്ളായിട്ട് ഉണ്ടാവാനും പൈസ ഒക്കെ കുറച്ച് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ആളുടെ മാനിയ ഫേസ് ഇങ്ങനെ മെല്ലെ തുടങ്ങി ഈ ലേഡി എന്നോട് പറഞ്ഞത് ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ചെറിയ മോന് ഇയാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇയാൾ ഉറക്കത്തിൽ ഒരു വലിയൊരു തട്ട് കൈകൊണ്ട് അങ്ങോട്ട് തട്ടി, മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് തട്ടി എന്ന് പറഞ്ഞു. ആ തട്ടൽ നേരെ കുട്ടി പോയിട്ട് ചുമരിൽ ഇടിച്ചിട്ട് കുട്ടീൻ്റെ കൈ ഒടിഞ്ഞു. ഓക്കെ, പക്ഷേ ഇയാൾ അത് അറിഞ്ഞിട്ടില്ല, വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുവരണം, കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇയാൾ അനങ്ങുന്നില്ല. അങ്ങനെ ഈ വൈഫ് എന്ത് ചെയ്ത് സ്വന്തമായിട്ട് പോയിട്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് പിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കാണിച്ച് കൈയൊക്കെ കെട്ടി ബാൻഡേഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു, കുട്ടീൻ്റെ കൈ കണ്ടോ, ഇങ്ങനെ ഞാൻ പോയി കാണിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇവർ പറയുക ഇതെങ്ങനെ പറ്റിയെന്നൊന്നും ചോദിച്ചിട്ടില്ല. എങ്ങനെ പറ്റിയെന്നൊന്നും ചോദിക്കാതെ ഇവർ പറയണത് എന്താ വെച്ചാൽ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, എൻ്റെ എല്ലും കൈയും കാലൊക്കെ എത്ര പ്രാവശ്യം തട്ടിമുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചെറിയ മോൻ എങ്ങനെ അവനെ എടുത്തിട്ട് ടേബിളിൻ്റെ മേലെ നിർത്തിയിട്ട്, കൈ ഒടിഞ്ഞ കുട്ടീനെ, കൈ ബാൻഡേഡൊക്കെ ഇട്ട് വന്ന കുട്ടീനെ എടുത്തിട്ട് ടേബിളിൻ്റെ മേലെ നിർത്തിയിട്ട് ഈ രാജാക്കന്മാരൊക്കെ പ്രജകളെ ഇങ്ങനെ പ്രസംഗിക്കൂലേ, അതേപോലെ അവനെങ്ങനെ നിർത്തിയിട്ട് മൂപ്പർ ഇങ്ങനെ നടന്ന് ഇതിലെയും കുറേ കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ്, എൻ്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കുട്ടിക്ക് പേടിയായിപ്പോയി. കുട്ടി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ചീത്ത പറയുക. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും എന്തോ ഒരു പേടിയുള്ള പോലെ വയ്ക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ചിരിക്കണമുണ്ട്, സംസാരിക്കണമുണ്ട്, മോൻ കരയേണ്ട കേട്ടോ എന്നൊക്കെ പറയണമുണ്ട്. എന്താന്നുള്ള കാര്യം മനസ്സിലാവണില്ല. പിന്നെ ഈ ലേഡി പറഞ്ഞ വേറൊരു ഇൻസിഡൻറ്റ്, ഈ ലേഡി ഒരു ദിവസം കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രേതങ്ങളൊക്കെ വരുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഒളിഞ്ഞു നിന്ന് പേടിപ്പിക്കുക, എന്നിട്ട് ചിരിക്കുക. എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇയാൾ മുണ്ട് ഇങ്ങനെ ഊരിയിട്ട് കാണിച്ചു കൊടുത്തു പോലും. എന്നിട്ട് ഈ വൈഫ് ചോദിച്ചു, നിങ്ങൾ എന്താ കളിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു തമാശയല്ലേ, ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ, നമുക്കൊരു ജീവിതമൊക്കെ അല്ലേ ഉള്ളൂ, സന്തോഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ പ്രസംഗിക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഈ ലേഡി പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവർ പിന്നെ ഒരു ദിവസം ഇങ്ങനെ മീൻ മുറിക്കുന്ന സമയത്ത് കിച്ചൻ്റെ ബാക്കിലിരുന്ന് മീൻ മുറിക്കുന്ന സമയത്ത് ചെറിയ എന്തോ മീനാണ്, മത്തി പോലത്തെ മീൻ. ആ മീൻ ഇയാൾ മുറിച്ച് വെച്ച പച്ച മീൻ ഇയാൾ എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഊരിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഓടിയെന്ന്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ അയാൾ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയണത് ഇതൊക്കെ തമാശയല്ലേ, ഞാൻ പറയുന്ന തമാശകളൊന്നും നിനക്ക് എന്താ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ. അതേപോലെ രാത്രി ബെഡ്റൂമിൽ പിന്നെ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ, പോൺ വീഡിയോസൊക്കെ കാണിച്ചിട്ട് ഇതേപോലെയൊക്കെ. അപ്പോൾ എന്നോട് പിന്നെ ഈ വൈഫ് പറഞ്ഞതാണ്, ഇംഗ്ലീഷ് പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ പലതും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ വേണ്ട. എനിക്ക് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒതുക്കവും അടുക്കവും ഒക്കെ ഉള്ള ഒരു നാടൻ പാവം പെൺകുട്ടിയാട്ടോ. അപ്പോൾ ഇവർ പറയും എനിക്ക് അറിയണില്ല, അങ്ങനെ ഒന്നും അല്ലായിരുന്നു മൂപ്പര്, കുട്ടികൾക്കും ഇങ്ങനെ പല പല ഇൻസിഡൻറ്റ് ഉണ്ടായി, എനിക്കും ഉണ്ടായി. അതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി, മൂപ്പര് അടുത്ത് എടുക്കാൻ തന്നെ പേടി, എപ്പോഴാണ് അതിങ്ങനെ സ്വഭാവം മാറാമെന്നുള്ള കാര്യം അറിയില്ല, ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് മാനിയ പ്ലസ് ഡിപ്രഷനാണ്, BPAD, ബൈപ്പോളർ എഫക്റ്റീവ് ഡിസോർഡറാണ്. അപ്പോൾ ഞാൻ വൈഫിനെയും കൂടെ വന്ന ആൾക്കാരെയും ഒക്കെ BPADനെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ചില രോഗികളിൽ നമ്മൾ അവരുടെ ലെവലിനനുസരിച്ചിട്ട് ഇൻസൈറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഇൻസൈറ്റ് പറഞ്ഞാൽ രോഗിക്ക് എനിക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമോ നോക്കും. ചില രോഗികളോട് അങ്ങനെ ചെയ്യും. എന്നാൽ ഈ ഒരു കേസിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പിന്നെ വരിക ഉണ്ടാവില്ല. അത് നമ്മൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇല്ലാതെ രോഗിയോട് മറച്ച് വെച്ചിട്ട് ചികിത്സ ചെയ്യും. എന്നിട്ട് പിന്നെ അസുഖം മാറി കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവരോട് പറഞ്ഞത് നിങ്ങളെ ദേഷ്യം കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നാണ് വൈഫും കുട്ടികളും പറയുന്നത്. ക്ലയൻറ്റിനോട് ഞാൻ പറഞ്ഞു, വൈഫിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികകൾ വേണം, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വെറുതെ കള്ളം പറഞ്ഞു. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വിടുന്നുണ്ട്, രോഗിക്ക് പിന്നെ ഇൻസൈറ്റ് ഇല്ല, അപ്പം ദേഷ്യത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന്
എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അവരുടെ കൺസെൻറ്റൊക്കെ സൈൻ ചെയ്ത് മേടിച്ചൊക്കെ വെച്ചു. പിന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ, ഞാൻ ഗുളിക കുടിച്ചാൽ അവർ എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഭാര്യയും കുട്ടികളും എൻ്റെ അടുത്ത് ഇയാൾക്ക് ഭയങ്കര സ്നേഹമാണ് ഭാര്യനോടും കുട്ടികളോടൊക്കെ. അപ്പോൾ ഭാര്യയും കുട്ടികളും ഞാൻ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഗുളികയും കഴിക്കണം, കുറച്ച് തെറാപ്പി സെഷൻസിന് വരും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഗുളിക സ്റ്റാർട്ട് ചെയ്തു, BPADക്കുള്ള ഗുളിക സ്റ്റാർട്ട് ചെയ്തു. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT, പിന്നെ IPSRT ഇങ്ങനെ ഉള്ള 2 തെറാപ്പീസ് മിക്സ് ചെയ്തിട്ടാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. കുറച്ച് സെഷൻസ് ഒരു 4-5 മാസം ചെയ്ത്, പിന്നെ സൈക്യാട്രിസ്റ്റ് ഒരു 6 മാസമൊക്കെ ആയപ്പോൾ മരുന്നുമെല്ലാം കുറച്ച് നിർത്തി ഒരു 90% മാറ്റങ്ങളായപ്പോൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു ഫോളോ അപ്പ് സെഷൻ, ഒരു 2-3 സെഷനുകളൊക്കെ തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ BPADനെ ചികിത്സിക്കുക. അപ്പോൾ BPADയുടെ ഇൻസൈറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസൈറ്റ് വരുത്താനായിട്ട് നോക്കും. ഇൻസൈറ്റ് വരുത്താൻ പറ്റാത്ത കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാതെ സൈക്കോതെറാപ്പി ചെയ്യും. ഇതിൽ കുറച്ച് ലെവൽ കൂടിയത് കൊണ്ടാണ് സൈക്കോതെറാപ്പീസ് മാത്രമായിട്ട് എഫക്റ്റ് ആവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സൈക്യാട്രിസ്റ്റിൻ്റെ മെഡിസിനും കൂടി പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ മെഡിസിൻ്റെ കൂടെയാണ് സൈക്കോതെറാപ്പി നമ്മൾ ഇവർക്ക് ചെയ്തത്. അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പിന്നെ കാണുന്ന BPAD എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയലുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തിയറിയാണ് പറഞ്ഞത്, എന്താണ് BPAD എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു കേസിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മാത്രമാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക ശരിക്കും. അപ്പോൾ ഇത് തമ്മിൽ പ്രാക്ടിക്കലി നമ്മൾ കാണുമ്പോൾ, ഒരാളെ കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ടോ ഒന്നും തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ വന്നിട്ട് ഇത് BPAD ആണോ എന്ന് സംശയം നിങ്ങൾ നോക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യണതായിരിക്കും. ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണതായിരിക്കും ഉചിതം. അപ്പം അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.